ശ്രീ അരുൺ മോഹൻ, ഇപ്പോൾ ഈ ASFന്റെ പ്രതിനിധി പറഞ്ഞത് ഈ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ ഇതിനെ എതിർക്കുന്ന പശ്ചിമ ബംഗാൾ അക്കാര്യം പറയുന്നില്ല, തമിഴ്നാട് പറയുന്നില്ല. വളരെ കൃത്യമായി ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾ എതിർക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ ഇത് ഇവിടെ ബോധ്യപ്പെടുന്നില്ല. അതോ ബോധ്യപ്പെട്ടിട്ടും ഇത് ഇങ്ങനെ BJPയുടെ പദ്ധതിയല്ലേ, BJPയെ എതിർക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ല, ഇങ്ങനെ ഒരു സവർണ ഫാസിസം ഇവിടെ നടപ്പാകുന്നു, അല്ലെങ്കിൽ കാവ്യവൽക്കരണം നടപ്പാകുന്നു എന്നൊക്കെയുള്ള സ്ഥിരം പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടല്ലേ ഇതിനെ നേരിടാൻ ഇവിടെ തയ്യാറെടുക്കുന്നത് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷവും? അതായത് ഒരു പ്രതിനിധി ചാനൽ ചർച്ചയിലേക്ക് വരുന്ന സമയത്ത് മിനിമം കാര്യങ്ങൾ, ഇപ്പൊ ASFിന്റെ പ്രതിനിധി ലൈനിലുണ്ടെന്ന് മനസ്സിലാക്കാൻ മിനിമം കാര്യങ്ങൾ നമ്മൾ അതിനെ സംബന്ധിച്ച് NEP കെ സുരേന്ദ്രൻ തയ്യാറാക്കിയ സ്ഥാനം അല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹം ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അത് ഇനി കെ സുരേന്ദ്രൻ പറഞ്ഞത് കൊണ്ട് NEP നടപ്പിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണോ ബിനോയ് വിശ്വം ഈ ഇടഞ്ഞു നിന്നത് ഇത്രയും കാലം? കെ സുരേന്ദ്രന്റെ അഭിപ്രായം പറഞ്ഞത് ഇന്നലെ മിനിഞ്ഞാന്നാണെന്നാണ് ഞാൻ വാർത്താമാധ്യമങ്ങളോട് മനസ്സിലാക്കിയത്. ഞങ്ങളുടെ അഭിപ്രായം കെ സുരേന്ദ്രൻ പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നതാണെങ്കിൽ അദ്ദേഹം അത് പറയാൻ തയ്യാറാണ്. അദ്ദേഹം ഈ ആവർത്തിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ സമിതി അല്ലെങ്കിൽ നയത്തിന്റെ കരട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നെറ്റിൽ അവൈലബിൾ ആണെന്നേ. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത് ഇവർക്ക് നിഷ്പ്രയാസം ഇവർക്ക് ഒരു സോഴ്സ് എന്നുള്ള രീതിക്ക് NEP നടപ്പിലാക്കിയ കേരളത്തിലെ ഒരു വിദ്യാലയവുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം വരണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ മാഹി സ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടു. മാഹി ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂള്, അത് നമുക്കറിയാമല്ലോ, മാഹി കേന്ദ്രഭരണ പ്രദേശമാണ്. പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാലയം എന്നുള്ള രീതിക്ക് സ്വാഭാവികമായിട്ടും ആരോടും കൺസൾട്ട് ചെയ്യാതെ തന്നെ NEP നടപ്പിലാക്കിയ കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും പോലെ തന്നെ ഈ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകൻ അവിടെ നിന്ന് പറയുന്നത് SMC ഫണ്ടിൽ, അതായത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, നമുക്കറിയാമല്ലോ ഫണ്ടിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. വരുന്ന ഫണ്ടിനെ വിനിയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് SMC. ആ അധ്യാപകൻ പറഞ്ഞനുസരിച്ച് SMC ഒരു ആപ്ലിക്കേഷൻ വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു എന്നാണ് പറഞ്ഞത്. ഇത് വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി മറ്റേ കിട്ടുണീസ് എലഫന്റ് ബീയിങ് എന്ന് പറഞ്ഞ് കൊച്ചിങ് യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് പോലെയല്ല. അതിന് കുറെ ഹെഡ് ഉണ്ട്. അതായത് ചൈൽഡ് കെയർ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, പ്രൊജക്ട് ഇന്നോവേഷൻ, സ്പോർട്സ്, ഇൻക്ലൂസീവ് പ്രാക്ടീസ്, ജെൻഡർ ഇക്വാലിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേക ഹെഡുകളാണ്. ആ കറസ്പോണ്ടിങ് ഹെഡ്സിന് ഈക്വലന്റ് ആയി ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായ പണം കൃത്യമായ രേഖകൾ സഹിതം ബോധിപ്പിക്കുന്ന സമയത്ത് ഗവൺമെന്റ് അതിവേഗം പണം അനുവദിക്കുന്നു. പഴയതുപോലെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഞങ്ങളുടെ വിദ്യാലയത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ജൈവ വൈവിധ്യങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ ഉൾപ്പെടുന്നു. വാട്ടർ ഓഡിറ്റ്, ജൈവ വൈവിധ്യ രജിസ്ട്രാർ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയതിൽ ഒരാൾക്ക് പോലും ആക്ഷേപമില്ലെന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ്. ഞാൻ ഇപ്പൊ അതാണ് മാഹിയിൽ നിന്നുള്ള അനുഭവം. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ സ്കൂളിനെ കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നുണ്ട്. വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് അവിടെ എന്താണ് NEP നടപ്പാക്കിയതിനു ശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി നമ്മളത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും.